ഹലോ ഗായ്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? റൂട്ട് സ്റ്റോറീസ് ചാനലിലോട്ട് സ്വാഗതം കേട്ടോ. ഇന്ന് ജസ്റ്റ് ഒരു റൈഡ്, നഗരവീഥികളിലൂടെയുള്ള എൻ്റെ റൈഡാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യലും കൂടിയുണ്ട് ഇന്ന്. അത് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയും. അത്യാവശ്യം തിരക്കുള്ള ഒരു ഏരിയ ആണ്. ഇത് കറന്തക്കാടാണ് ഗൈസ്. എൻ്റെ സൗണ്ട് എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്ലിയറോടെ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കുറച്ചു മുമ്പ് നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് പൊതുവെ വെയിലായിരുന്നു. രാവിലെ കുറച്ച് മഴ ഉണ്ടായിരുന്നു, പിന്നെ ഇല്ല. പിന്നെ നല്ല വെയിലായിരുന്നു കേട്ടോ. വെയിൽ വരുമ്പം നല്ല ചൂടുണ്ട്. ഒരു 2 ദിവസം മഴയില്ലാതെ അടുപ്പിച്ച് വെയിലാണെങ്കിലേ പിന്നെ അത് ചൂടായിരിക്കും. ഇപ്പൊ നമ്മള് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് എത്തി. സ്ഥിരം ഞാൻ കാണിക്കുന്ന സ്ഥലം തന്നെയാണ്, എങ്കിലും ഓരോ ദിവസം ഓരോ പ്രത്യേകതയല്ലേ. പുതിയ ബസ് സ്റ്റാൻഡിന്റെ ചേഞ്ചാണ് അത്ഭുതപ്പെടുത്തുന്നത് കേട്ടോ. പുതിയ ബസ് സ്റ്റാൻഡിന്റെ എന്നല്ല, ബസ് സ്റ്റാൻഡ് ഏരിയ പ്രദേശം. ഇവിടെ പറയുന്നത് ന്യൂ ബസ് സ്റ്റാൻഡ് ആണ്, പുതിയ ബസ് സ്റ്റാൻഡ് എന്നാണ് സ്ഥലത്തിന് പറയുന്നത് കേട്ടോ. ഇത് നുള്ളിപ്പാടിയാണ്, നുള്ളിപ്പാടി. പിന്നെ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, എനിക്കൊരു ലോങ് റൈഡ് പോകണം. അപ്പോൾ ഞാൻ ഈ സ്കൂട്ടറിൽ തന്നെയാണ് കേട്ടോ പോകാൻ ഉദ്ദേശിക്കുന്നത്. പല സ്ഥലങ്ങളും, ഡിഫറെൻ്റ് കൾച്ചറും ആൾക്കാരുടെ വിശേഷങ്ങളും ഫുഡ് ബ്ലോഗും എല്ലാം ചെയ്തുകൊണ്ട് പോവാലോ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നുള്ളത്, ആദ്യം ഒന്ന് കേരളം മൊത്തം ഒന്ന് ചുറ്റാന്ന് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന രീതിയിൽ എല്ലാവരുടെ ഡ്രീം ഏരിയ, ഡെസ്റ്റിനേഷൻ ഇന്ത്യയിലെ മണാലി, കാശ്മീർ, ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ പോകണം എന്നൊരാഗ്രഹം കൂടിയുണ്ട്. എല്ലാ സ്ഥലത്തും പോയി എനിക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ട് കേട്ടോ. എൻ്റെ ഒപ്പം കമ്പനി കൂടാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമ്പനി കൂടാം. ഓക്കെ,
ഇൻസ്റ്റ പേജ് ഉണ്ട്, റൂട്ട് സ്റ്റോറീസിൻ്റെ. ആ പേജിൽ അറിയിച്ചാൽ മതി കേട്ടോ, DM ചെയ്താൽ മതി. ഞാൻ ഒറ്റക്ക് പോകാനാണ് വിചാരിച്ചിരിക്കുന്നത്. പിന്നെ ആരെങ്കിലും കൂടെ വരുന്നുണ്ടെങ്കിൽ ഒന്നിച്ച് കൂട്ടാം. ഓക്കെ, ചോദിച്ച് പോവാന്ന് പറയും പോലെ പല സ്ഥലങ്ങളും നിർത്തി നോക്കി കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വിശദമായിട്ട് നോക്കി അറിഞ്ഞിട്ട് പോവാലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് പനങ്കൂരെത്തി. ഇത് നുള്ളിപ്പാടിയിൽ നിന്ന് ഹൈവേയിൽ എൻട്രൻസ് ഇല്ല, അതാണ് പ്രശ്നം. ഇത്രയും തിരക്ക് കൂടാനുള്ള കാരണം അതാണ്. സർവീസ് റോഡിൽ നോക്കിയ എജാതി തിരക്കാണ് നോക്ക്. സ്കൂട്ടറാകുമ്പോൾ ഇങ്ങനെ വെട്ടിച്ചും തിരിച്ചു കിടക്കാം. എൻ്റെ അടുത്ത സൈഡ് കൂടിയാണ് സർവീസ് റോഡിൽ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത്. അവർക്ക് ലീഗലായിട്ട് നേരെ റൈറ്റ് സൈഡ് കൂടി വണ്ടി വന്നു വിടുക. ഇതുപോലെ വെറുതെ അനാവശ്യമായിട്ട് ബ്ലോക്കെല്ലാം ഉണ്ടാക്കി വെക്കുന്നു ഓരോരുത്തർ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് അതിനു മുന്നോടിയായിട്ട് എനിക്ക് എൻ്റെ ഈ സ്കൂട്ടറിന് കുറച്ച് അല്ലറ ചില്ലറ പണികളുണ്ട് ചെയ്ത് തീർക്കാൻ. സ്കൂട്ടർ ഒരു ലോങ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് റെഡിയാക്കി വെക്കണം. ഇപ്പൊ തന്നെ ബ്രേക്ക് കുറവാണ്, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്, ഇൻഡിക്കേറ്റർ നേരെ വീഴുന്നില്ല സഡനായിട്ടും. ഇത് മൂന്നാണ് ഇപ്പൊ എന്നെ അലട്ടുന്നുള്ളത്. പിന്നെ അതെല്ലാം ഫിസിക്കൽ എന്തെങ്കിലും ഓൾ ഓവറായിട്ട് ഒന്ന് നോക്കിക്കണം, ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്യിപ്പിക്കണം. അതാണിപ്പോൾ എൻ്റെ ആഗ്രഹം. അപ്പോൾ ഗൈസ്, ഈ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാട്ടോ. വേറെ ബൈക്കിൽ വരികയാണെങ്കിലും സ്കൂട്ടറിൽ വരികയാണെങ്കിലും, സ്കൂട്ടറാണെങ്കിൽ നല്ലത്, 2 സ്കൂട്ടറായിട്ട് ഇങ്ങനെ പോവാമല്ലോ. ഇവിടെ ഒരു ഗ്യാരേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഗ്യാരേജ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ. എവിടെ? ഇത് തന്നെയാണ്. ഇവിടെ സ്കൂട്ടർ റിപ്പയറിന്റെ ഗ്യാരേജ് ഇല്ലേ, അങ്ങോട്ടുണ്ടാ? ചോദിച്ചു നോക്കാം. എൻ്റെ നാട്ടിലൊന്നുണ്ട്, പക്ഷെ അവിടെ തീരെ സൗകര്യമില്ല. നമ്മളെ ഹിന്ദുസ്ഥാനി പിള്ളന്മാർ നടത്തുന്നതാണ്, തീരെ സൗകര്യമില്ല. റോഡ് സൈഡാണ്, അവിടെ വാഹനമെല്ലാം വെക്കേണ്ടത്. നമുക്ക് നിന്ന് തിരിയാണ്, സ്കൂട്ടർ തന്നെ വെക്കാനുള്ള സ്ഥലമില്ല, പിന്നെ അല്ലേ നിന്ന് തിരിയ. എടാ സ്കൂട്ടർ റിപ്പയർ ചെയ്യുന്ന സ്ഥലം എടാ? അതിൻ്റെ ഉള്ളിലാ? അതിൻ്റെ ഉള്ളിൽ വേണം. ഉള്ളിൽ പോണോ അറിഞ്ഞ? ചോദിച്ചു നോക്കട്ടെട്ടാ. എന്തായാലും ഇന്ന് നന്നാക്കിയിട്ടൊന്നും കിട്ടൂല. എന്ന് എപ്പം വെക്കാൻ പറ്റും? എനിക്ക് പെട്ടെന്ന് കിട്ടണം, വെച്ചിട്ട് അങ്ങനെ അലക്കിയിട്ട് പോകാനൊന്നും പറ്റൂല.